നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 149ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ പറവൂർ ഭരതനെ കുറിച്ചിട്ടാണ്. വില്ലനായും സഹനടനായും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു വലിയ കലാകാരൻ. കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും മായത്തേയില്ല എന്നതാണ് വാസ്തവം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ഞാൻ ആകെ 3 തവണയെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ഒന്ന് തിരുവനന്തപുരം ഇന്ന് തിരുവനന്തപുരം മെഡില സ്റ്റുഡിയോയിൽ വെച്ചിട്ടും, പിന്നീട് ഒരിക്കൽ സംവിധായകനും നിർമ്മാതാവുമായ ശ്രീ സുബ്രഹ്മണ്യം മുതലാളിയുടെ മരണാനന്തര ചടങ്ങുകളിലും, പിന്നീട് കണ്ടത് കുഞ്ചാക്കയുടെ സെറ്റിൽ ഉദയ സ്റ്റുഡിയോയിൽ വെച്ച്. ഉദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഇടയുണ്ടായത്. സൗന്ദര്യം സമം പറവൂർ ഭരതൻ എന്ന് വേണം പറയാൻ. അത്ര കാണാൻ ശൈലിയുള്ള ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് എങ്ങനെ വില്ലനായി അഭിനയിക്കാൻ കഴിയുന്നു എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയും സ്നേഹധനനായ മനുഷ്യൻ. അദ്ദേഹവുമായി കുഞ്ചാക്കയുടെ ചിത്രത്തിൽ അഭിനയിക്കുന്ന അവസരത്തിൽ അവിടുത്തെ സെറ്റിട്ട ഒരു കുളത്തിനരികിലിരുന്നാണ് ഞാനും അദ്ദേഹവുമായി കുറേ നേരം സംസാരിച്ച സിനിമ ജീവിതവും സ്വന്തം ജീവിതവും അഭിനയ കളരിയും കണ്ട നടന്മാരെക്കുറിച്ചും സംവിധായകരെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ സംസാരിച്ചു. ആ സംസാരത്തിലുടനീളം തെളിഞ്ഞു കണ്ടൊരു പ്രത്യേകത, യാതൊരു നാട്യങ്ങളുമില്ലാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ വളരെ സ്നേഹത്തോടെയും ഹൃദ്യമായുമാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. എത്രയോ സമയം പല പല തമാശകൾ പറഞ്ഞിരുന്ന ആ വലിയ കലാകാരനെ ഒരിക്കലും മറക്കാവുന്നതല്ല. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ്